നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. 11-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ജോൺ ചാപ്റ്റർ 11, 11-ാം അധ്യായം, വേഴ്സ് 39, 39-ാം വാക്യം, 39-40. ഞാൻ വായിക്കുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. വായിച്ചോളൂ. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത വായിച്ചോളൂ. കർത്താവെ, നാട്ടം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പാകെ അടിയങ്ങളായിരിക്കുന്നു. അപ്പാ, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന അങ്ങയുടെ വചനമാണ്. അപ്പാ, അടിയങ്ങളോട് കരുണ തോന്നണമേ. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കണമേ. പിതാവേ, സ്തോത്രം, ഞങ്ങളുടെ മധ്യേ ഉലാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി നന്ദി പറയുന്നു പിതാവേ. ഹല്ലേലൂയ. അപ്പാ, കൂട്ടിവരുത്തി അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അപ്പാ, ഇന്ന് പൽക്കാലം അടിയങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിൻ്റെ വചനങ്ങളെ അതിൻ്റെ ആഴങ്ങളെ തുറന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ അധികാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിപ്സുകളെ അനോയിന്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി, വിടുതലായി, സൗഖ്യമായി മാറുന്ന ഒരു വചനമായി ഇന്ന് പൽക്കാലം ദൈവം ഞങ്ങൾക്ക് ഇത് അനുഗ്രഹിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പാദപീഠത്തിങ്കിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. സ്തോത്രം. നമുക്ക് ഈ നന്നായിട്ട് അറിയാവുന്ന ഒരു ബൈബിൾ ഭാഗമാണല്ലോ ഇതിൻ്റെ പശ്ചാത്തലം. യേശു സ്നേഹിച്ച ലാസറസ് എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. തൻ്റെ 2 സഹോദരിമാർ, മാർത്തയും മറിയയും. സ്തോത്രം. യേശു സ്നേഹിച്ച ഒരു കുടുംബം. യേശു യെരുശലേമിൽ വരുമ്പോൾ ബഥാന്യ എന്ന് പറയുന്ന ഈ ഗ്രാമം ഏതാണ്ട് 2 മൈൽ, യെരുശലേമിൽ നിന്ന് 2 മൈൽ ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലമാണ്. സ്തോത്രം. ഈ ഭാഗത്ത് വരുമ്പോൾ യേശു ആ ഭവനത്തിൽ യേശുവിന് തങ്ങുവാൻ, യേശുവിന് അല്പം വിശ്രമിപ്പാൻ എപ്പോഴും അവസരം കൊടുക്കുന്ന ഒരു ഭവനം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില ഭവനങ്ങളുണ്ടല്ലോ, ദൈവദാസന്മാരെ മാനിക്കുന്ന ഭവനം. സ്തോത്രം. ദൈവദാസന്മാർക്ക് വലിയ സന്തോഷമാണ് ആ വഴിയെ പോകുമ്പോൾ അവിടെ ഒന്ന് കയറിയാൽ അല്പം വിശ്രാമം, ഒരു അല്പം സന്തോഷം ലഭിക്കാൻ ഇടയാകുന്ന ഒരു ഭവനം. അതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. യേശു ആ വഴി വരുമ്പോൾ ആ യേശുവിനെ സ്വീകരിച്ചു. മാർത്ത ചെന്ന് സ്വീകരിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ആദ്യമായി ഈ സഹോദരിമാരെ കാണുന്നത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ലൂക്കോസ് 10:38 മുതൽ 42 വരെ വായിക്കുമ്പോൾ അവിടെ ഈ സഹോദരിമാരുടെ കാര്യം പറയുന്നു, ഈ കുടുംബത്തിൻ്റെ കാര്യം പറയുന്നു. സ്തോത്രം. അവിടെ സ്തോത്രം നമ്മൾ വായിക്കുന്നു, മാർത്ത പല കാര്യങ്ങളിൽ ജോലിയിലൊക്കെ കുഴങ്ങി ആകെ വറി ചെയ്ത് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു മാർത്തയെക്കുറിച്ച് അവിടെ വായിക്കുന്നു. സ്തോത്രം. എന്നാൽ മറിയയെക്കുറിച്ച് വായിക്കുന്നത് സ്തോത്രം യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന മറിയ. അങ്ങനെയാണ് ബൈബിൾ ആ വ്യക്തിത്വത്തെ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്തോത്രം. യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ, ഹല്ലേലൂയ, ഒരു മടിയുമില്ലാതെ. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, യേശു കർത്താവ് ഇപ്പോൾ അവരുടെ വീട്ടിൽ വന്നു. മാർത്തയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. മാർത്ത വിളിച്ചു, യേശു കർത്താവ് വന്നപ്പോൾ യേശുവിന് അവരൊരു നല്ല ചെയറൊക്കെ ഇട്ട് കൊടുത്ത് കാണും. ഇവിടെ ഇരുന്നാട്ടെ, ഗുരു ഇവിടെ ഇരുന്നാട്ടെ. അപ്പോൾ യേശുവിൻ്റെ തൊട്ടടുത്ത് ആരായിരിക്കും ഇരിക്കുന്നത്?
നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ ആരായിരിക്കും ഇരിക്കുന്നത്? തൻ്റെ ശിഷ്യന്മാരായിരിക്കും അല്ലേ? ഈ യോഹന്നാനും പത്രോസും അങ്ങനെ ശിഷ്യന്മാരായിരിക്കും അടുത്തൊക്കെ ഇരിക്കുന്നത്, യേശുവിൻ്റെ ചുറ്റും അടുത്തിരിക്കുന്നത്. എന്നാൽ ഇതാ ഇവിടെ ഒരു യൗവനക്കാരി, ഒരു സ്ത്രീ വന്നിട്ട് യേശുവിൻ്റെ പാദപീഠത്തിൽ അങ്ങ് ഇരിക്കുക. ആർക്കെങ്കിലും പറയാമോ, സഹോദരി അങ്ങ് ബാക്കിൽ പോയിരിക്കാന്ന് പറയാൻ പറ്റുമോ? ഇത് എൻ്റെ വീടാണ്, അവരുടെ വീടല്ലേ, ആർക്കും ആരെതിര് പറയാനാ? സ്തോത്രം. മറിയ ചിന്തിച്ചു, എനിക്കിവിടെ ആയിരിക്കും യേശുവിൻ്റെ പാദപീഠം. സ്തോത്രം. അവിടെ ഇരുന്ന് എനിക്ക് ഈ വചനം കേൾക്കണം, തൻ്റെ നാവിൽ നിന്ന് നേരിട്ട് കേൾക്കണം. എനിക്ക് സ്തോത്രം, ഹല്ലേലൂയ, യേശുവിൻ്റെ പാദപീഠത്തിലിരുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു കൊച്ചു പയ്യനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബാലനുണ്ട്. ആരുടെയും കയ്യിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ പറയാണ്, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചർച്ചിൽ വരുമ്പോൾ ചിലത് നമ്മുടെ കയ്യിൽ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, അതോ നമ്മൾ വേറെ കൈയായിട്ടേക്ക് വന്നോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇവിടെ ഒരു ബാലനുണ്ട്. അപ്പം ഞാൻ ആ ബാലനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, യേശുവിൻ്റെ തൊട്ടടുത്ത് തൻ്റെ ശിഷ്യന്മാർ അന്ത്രയോസ്, പത്രോസ്, യോഹന്നാൻ, ഇവരൊക്കെ യാക്കോബ്, ഇവരൊക്കെ ഇരിക്കുകയാണ്. സ്തോത്രം. അതിനിടയ്ക്ക് ഈ ബാലനും വന്നിരിക്കുക, ഈ കൊച്ചൻ വന്നിരിക്കുക. ഈ കൊച്ചൻ എന്തോ ചെയ്തു? സ്തോത്രം. നമ്മൾ പിള്ളേരാന്നേലും എന്തോ ചെയ്തു? നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ എന്തെങ്കിലുമൊക്കെ നല്ല ബിസ്ക്കറ്റോ അല്ല അപ്പോ വല്ല ഉണ്ടെങ്കിൽ അവരതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, അവരത് തുറന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ഇത് സ്തോത്രം, ഈ പയ്യൻ്റെ ലഞ്ച് ബോക്സ് അന്ത്രയോസ് കണ്ടു. ഇവൻ്റെ കയ്യിൽ ഇതിനകത്ത് 4-5 അപ്പം ഇരിക്കുന്നത് കണ്ടു. സ്തോത്രം. അതാ കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായത്. ഞാൻ പെട്ടെന്ന് സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരട്ടെ. സ്തോത്രം. ഇവിടെ മറിയയെക്കുറിച്ച് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് യേശുവിൻ്റെ പാദപീഠത്തിൽ നിന്ന് മറിയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ മറിയയെക്കുറിച്ച് അവിടെ കാണുന്ന ആദ്യ ഭാഗത്തിൽ കാണുന്ന ഇങ്ങനെ, ഈ മറിയ സ്തോത്രം യേശുവിൻ്റെ പാദപീഠത്തിൽ വന്ന് തൈലം പൂശി എന്ന് വായിക്കുന്നു. തൻ്റെ തലമുടി കൊണ്ട് അത് തുവർത്തി എന്ന് വായിക്കുന്നു. എന്നാൽ നമ്മളിന്ന് വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ ഈ മറിയയെക്കുറിച്ച് കാണുന്നത്, സ്തോത്രം, ഈ മറിയ യേശു വന്നപ്പോൾ യേശുവിൻ്റെ പാദപീഠത്തിൽ വന്ന് പാദപീഠത്തിൽ വീണു എന്ന് വായിക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ള ഒരു മറിയ, എന്തോ ഒരു നല്ല സ്വഭാവം, ഇത്ര നല്ല ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമാണ് ഈ മറിയ എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. ഇവിടെ ഈ 11-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. യേശു കർത്താവ് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ, മിനിമം ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 60 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ആ സമയത്ത്. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ന്യായമായി നമുക്ക് ചിന്തിക്കാം. യേശു കർത്താവ് 2 ദിവസം ആ സ്ഥലത്ത് തന്നെ പാർത്തു എന്ന് എഴുതിയിരിക്കുന്നു. 2 ദിവസം പാർത്തിട്ട് താൻ 2 ദിവസം എടുത്തു ബഥാനിയിലെത്തുവാൻ. അന്നത്തെ നടക്കുകയാണല്ലോ അന്നത്തെ കാലത്ത് യാത്ര. അപ്പോൾ ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ ഒരു ദിവസം ഒരു വ്യക്തി നടന്നു എന്ന് ചിന്തിക്കുക. സ്തോത്രം. അന്നത്തെ ആ ഒരു രീതി അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഒരു 50 കിലോമീറ്റർ, മിനിമം 50, ചിലപ്പോൾ 50 കൂടുതൽ കാണും. 50 to 60 അത്രയും കിലോമീറ്റർ ദൂരത്താണ് യേശു ഇരിക്കുന്നത്. സ്തോത്രം. അവിടെ ഈ സഹോദരിമാർ ചില ആൾക്കാരെ, അവരുടെ ഫ്രണ്ട്സിനെ ചിലരെ അയച്ച് ഈ വിവരം അറിയിക്കുകയാണ്, അങ്ങ് സ്നേഹിക്കുന്ന ലാസറസ് രോഗമായി അത്യാസന്ന നിലയിലായിരിക്കുന്നു, വേഗം മരണമെന്ന്. പക്ഷേ യേശു 2 ദിവസം കൂടി അവിടെ താമസിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ മറുപടി, ദൈവത്തിൻ്റെ ആ വലിയ ജ്ഞാനത്തിൽ വരുന്ന മറുപടികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജ്ഞാനത്തിനനുസരിച്ചല്ല ദൈവം മറുപടി തരുന്നത്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് ദൈവം മറുപടി തരുന്നത്. ഹല്ലേലൂയ. ദൈവിക ജ്ഞാനത്തിൽ ദൈവത്തിന് മനസ്സിലായി, ദൈവത്തിന് അറിയാം. സ്തോത്രം. കറക്റ്റ് ടൈം ആ 4 ദിവസം കഴിഞ്ഞ് യേശു കർത്താവ് അവിടെ എത്തി. മരിച്ചു 4 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ കറക്റ്റ് സമയമാകുകയുള്ളൂ. സ്തോത്രം.
ഹല്ലേലൂയ. മാർത്ത ആണ് ആദ്യം, യേശു കർത്താവ് ബഥനിയിലോട്ട് വന്നപ്പോൾ മാർത്തയാണ് ആദ്യം പോയി മീറ്റ് ചെയ്യുന്നത്. സ്തോത്രം. ആ ഭാഗം വായിക്കുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ മാർത്ത വന്ന് പറയുകയാണ്, മറിയയോട് പറയുകയാണ്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. സ്തോത്രം. യേശു കർത്താവ് 35 വാക്യം വരുമ്പോൾ യേശു കർത്താവ് കണ്ണുനീർ വാർത്തു. ആമേൻ. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം, യേശു കർത്താവ് കണ്ണുനീർ വാർത്തു. യേശു കർത്താവ് എന്തുകൊണ്ടായിരിക്കണം കണ്ണുനീർ വാർത്തത് ആ സമയത്ത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, താൻ സ്നേഹിച്ചവരും അവരുടെ കൂടെ വന്നിരിക്കുന്നവരും അവരുടെ ആ ദുഃഖത്തിൽ പങ്കാളിയായി യേശു പങ്കാളിയായി. യേശു കർത്താവിന് അറിയാം അടുത്ത നിമിഷം താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് യേശു കർത്താവിന് നന്നായി അറിയാം. ഹല്ലേലൂയ. നാറ്റം വെച്ച ലാസറസ് എഴുന്നേറ്റ് വരുമെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം, വിളിച്ചാൽ വരുമെന്നറിയാം. പക്ഷേ താൻ സ്നേഹിക്കുന്നവരുടെ ദുഃഖത്തിൽ യേശു കർത്താവ് പങ്കാളിയാകുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദുഃഖത്തിൻ്റെ വേളയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില വൈഷമ്യ ഘട്ടങ്ങളിൽ യേശു മിണ്ടാതിരിക്കുന്ന ഒരു വികാരമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല നമ്മുടെ യേശു. സ്തോത്രം. നമ്മുടെ വിഷമങ്ങളിൽ കൂടെ വിഷമിക്കുന്ന, നമ്മെ ഓർത്ത് നമ്മെ എങ്ങനെ സഹായിക്കണം, നമ്മെ എങ്ങനെ വിടുവിക്കണം, നമ്മുടെ ഈ വിഷയത്തിൽ ഞാൻ എന്തു ചെയ്യണം, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ആമേൻ. ഇവിടെ സ്തോത്രം 38 വാക്യം നമ്മൾ വായിച്ച 39 വാക്യത്തിലേക്ക് വരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, കല്ല് നീക്കുവീൻ. സ്തോത്രം. ആ മരിച്ച 4 ദിവസമായി നാറ്റം വെച്ച ഒരു ശരീരം, അഴുകിയിരിക്കുന്ന ഒരു ശരീരം, പുഴുവരിച്ചിരിക്കുന്ന ഒരു ശരീരം. സ്തോത്രം. ആ ശരീരത്തിൻ്റെ ആ കറപ്റ്റബിൾ അവസ്ഥയിൽ നിന്ന്, നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് അതിനെ ഹീൽ ചെയ്ത്, അതിനെ സൗഖ്യമാക്കി, അതിനെ തൊക്ക് പിടിപ്പിച്ച് അതിൻ്റെ ശരീരത്തെ ഒരു ഒത്ത ശരീരമാക്കി, ഇപ്പോൾ മരിച്ച ഒരു വ്യക്തിയുടെ ശരീരം പോലെ ആക്കി, അതിൽ ജീവനെ വിളിച്ചു വരുത്തി എഴുന്നേൽപ്പിച്ച് നടത്തി പുറത്ത് കൊണ്ടുവരികയാണ്. സ്തോത്രം. നാറ്റം വെച്ച അവസ്ഥയിൽ നിന്നാണ് വരുന്നത്. സ്തോത്രം. കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ യായിറോസിൻ്റെ വീട്ടിൽ നടന്ന പോലുള്ള ഒരു ശുശ്രൂഷയല്ല ഇവിടെ നടന്നത്. അഴുകിയ ഒരു ശരീരം. സ്തോത്രം. ആ ശരീരത്തെയാണ് ഒറ്റ വാക്കിനാൽ സൗഖ്യമാക്കി, ഒറ്റ വാക്കിനാൽ ശരീരത്തെ സ്തോത്രം ബലപ്പെടുത്തി, നടക്കുവാനുള്ള ബലം കൊടുത്ത്, സ്തോത്രം, ജീവനോടെ പുറത്ത് വിളിച്ചു വരുത്തിയത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടേതായ ചില വിഷയങ്ങൾ എത്ര അഴുകിപ്പോയ അവസ്ഥയിലായാലും ഇനി ഒരു ഹോപ്പുമില്ല, ഇനി ഒരു അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, അങ്ങനെയുള്ള വിഷയങ്ങളെ വിളിച്ച് തിരിച്ചു വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, തന്നെ ഒരു വാക്ക് മതി. സ്തോത്രം. ഒരു വാക്ക് മതി. ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിക്കുന്നുവോ? ഒരു വാക്ക് മതി. സ്തോത്രം. ലാസറേ, നീ പുറത്തു വരിക. സ്തോത്രം. ഒരു വാക്ക് മതി. സ്തോത്രം. ആമേൻ. നാം ആരുടെ മുമ്പിലാണ് ഇന്ന് പൽക്കാലം ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ഓർക്കണം. നമ്മുടെ മധ്യേ ആയിരിക്കുന്ന 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ടാകും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ്. സ്തോത്രം. തൻ്റെ വാക്കിൽ സ്തോത്രം അഴുകിയ ശരീരം നോർമൽ ശരീരമായി, സ്തോത്രം, ഹല്ലേലൂയ, പുറത്തു വരികയാണ്. സ്തോത്രം. അവിടെ കല്ല് നീക്കുവീൻ എന്നൊരു വാക്ക് കാണുന്നു. സ്തോത്രം. കല്ല് നീക്കുവീൻ. ഈ അഴുകിയ ശരീരത്തിൽ ജീവനെ വിളിച്ചു വരുത്തി സൗഖ്യമാക്കി ഓജസ്സും തേജസ്സും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വമാക്കി ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഈ കല്ലൂടെ നീക്കിക്കൂടായിരുന്നു? കർത്താവിന് അത് കഴിയത്തില്ലായിരുന്നു. കല്ലേ മാറിപ്പോന്ന് പറഞ്ഞാൽ വിശ്വാസത്തോട് മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മല മാറിപ്പോകുമെന്നല്ല കർത്താവ് പറഞ്ഞ്.
സ്തോത്രം. എന്നാൽ മനുഷ്യൻ നമ്മൾ വെച്ച ചില കല്ലുകൾ, തടസ്സമായിരിക്കുന്ന ചില കല്ലുകൾ, നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നമ്മിൽ കൂടെ വന്ന് നാം ചെയ്ത പ്രവൃത്തികൾ മൂലം നമ്മിൽ തടസ്സമായിരിക്കുന്ന ചില കല്ലുകൾ മാറ്റേണ്ട കടമ നമ്മുടേതാണ്. ഹല്ലേലൂയ. ദൈവം അത് മാറ്റുകയില്ല, അത് നമ്മൾ മാറ്റണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ക്രമീകരണം നാം ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ, നമ്മളത് കാണാനിടയാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ വെച്ച കല്ലുകൾ. ഈ കല്ലുകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം, അബ്രഹാം കിണറുകൾ കുഴിച്ചു, ഫെലിസ്ത്യർ വന്ന് മണ്ണിട്ടു, കല്ലെല്ലാം പറക്കി അതിനകത്ത് ഇട്ടു, അതിനെ മൂടി. അങ്ങനെ വായിക്കുന്നുണ്ട്. ഇസാക്കിൻ്റെ സമയമായപ്പോൾ അതേ കിണർ തന്നെ വീണ്ടും കുഴിച്ചെടുത്തു, ആ കല്ലുകളും മണ്ണുമെല്ലാം എടുത്ത് മാറ്റി. സ്തോത്രം. പിശാചിൻ്റെ പ്രവൃത്തിയാണ് ഈ കല്ലിടുക എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നന്മയുടെ മേൽ കല്ലിടുക എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. കല്ല് മാറ്റേണ്ട കടമ നമ്മുടെ കടമയാണ്. ദൈവസന്നിധിയിൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ഭാവത്തിൽ, കർത്താവേ, എന്തെങ്കിലും അങ്ങേക്ക് ഹിതമല്ലാതെ വന്നുപോയ കല്ലുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം അതെന്നിൽ നിന്ന് മാറ്റണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. കല്ല് നീക്കുവീൻ. ഈ കല്ല്, ഞാൻ ഈ കല്ലിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം എൻ്റെ ചിന്ത വന്നത്, ഈ കല്ല് എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഈ അകത്ത് വെച്ചിരിക്കുന്ന ശരീരം നാറ്റം വെക്കും. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് പിന്നെ ആ വഴിക്കോട്ട് മനുഷ്യൻ പോകാൻ അതുപോലെ നാറ്റം വെക്കും. സ്തോത്രം. പോട്ടെ, ഒരു എലി ചത്ത് പോയാൽ അത് നമ്മുടെ അടുത്തെങ്ങാനുമുണ്ടെങ്കിൽ അതിൻ്റെ ആ ബോഡി അതെടുത്ത് കളയുന്നവരെ നമുക്ക് എന്തുമാത്രം, എത്ര അസഹ്യവും. മനുഷ്യൻ്റെ ശരീരം അതിലും ഭയങ്കരമാണെന്നാണ് പറയുന്നത്, ഞാൻ കേട്ടിരിക്കുന്നത്. സ്തോത്രം. ഭയങ്കരമാണ്, സഹിക്കാൻ അത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന ശരീരം. അതാ നമ്മളിവിടെ പൗഡറും ഒക്കെ ഇട്ട് മിനുക്കി ഒക്കെ കൊണ്ട് നടക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ നാറ്റം വെളിയിൽ വരരുത്. സ്തോത്രം. അതിന് വേണ്ടി ആ വലിയൊരു കല്ല് അവിടെ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഉരുട്ടി വെച്ചവരോട് ആണ് പറയുന്നത്, കല്ല് നീക്കുകയും. പ്രൈസ് ഗോഡ്. നാറ്റം വെച്ച അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. നമ്മൾ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നാറ്റം വെച്ച അവസ്ഥയല്ലേ? ചില കല്ലൊക്കെ വെച്ച് നമ്മളതിനെ മറച്ചൊക്കെ വെച്ചാൽ തന്നെയും അകത്ത് നാറ്റം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പറയും, ഇങ്ങോട്ട് വരാൻ, ഇതിനെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ എങ്ങനെ എൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുമെന്ന് പറയും. നാറ്റമാണ്. പാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാറ്റമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എത്ര വിശുദ്ധിയിൽ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഭാവങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ഇടപാടുകളിൽ ഒക്കെ വിശുദ്ധി നമുക്കുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമുക്ക് വലിയ തിയോളജി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. സ്തോത്രം. എന്നാൽ വിശുദ്ധിയില്ലാതെ ആരും ദൈവത്തെ കാണുകയില്ല. വിശുദ്ധിയില്ലാതെ അങ്ങോട്ട് ചെല്ലാനേ പറ്റുകയില്ല. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുകയാണല്ലോ, അശുദ്ധമായതൊന്നും അങ്ങോട്ട് കയറത്തില്ലെന്ന് അവിടെ ഒരു വാക്യമുണ്ട്. ഒരശുദ്ധമായതും അങ്ങോട്ട് ചെല്ലത്തില്ല. ഇങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിശുദ്ധിയുള്ളതാണ്. വിശുദ്ധി, വേർപാടെന്ന് പറയുന്ന വിഷയങ്ങൾ ഇന്ന് ചർച്ചിൽ വളരെ കുറവാണ്. അത് കേൾക്കാനേ ഇല്ല, അതിൻ്റെ പ്രസംഗം കേൾക്കാനേ ഇല്ല. വളരെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവമേ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാരെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു, വിശുദ്ധി, വേർപാട് വളരെ ചുരുക്കമാണ് കേൾക്കുന്നത്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ആഗ്രഹിച്ചു. 40 ദിവസം ഒരു ഫാസ്റ്റിംഗ് പ്രയർ ബാംഗ്ലൂർ വെച്ചുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ദിവസം അതിൽ പോയി പങ്കുകൊള്ളുവാൻ ദൈവം ഭാഗ്യം തന്നു. അപ്പോൾ ഒത്തിരി ദൈവദാസന്മാർ ഇങ്ങനെ വന്ന് വിസിറ്റിംഗ് ആയിട്ട് വന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒത്തിരി ആഗ്രഹിച്ചു, ദൈവമേ, വിശുദ്ധി, വേർപാട് എന്നുള്ള ഒരു സബ്ജക്റ്റ്. അങ്ങനെ ഇരുന്നപ്പോൾ കോട്ടയത്തു നിന്ന് ഒരു ദൈവദാസൻ അവിടെ വന്നു. തൻ്റെ അന്നത്തെ വിഷയം വിശുദ്ധി, വേർപാടെന്നുള്ള.
എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ അന്നേരം ദൈവത്തെ അവിടെ ഇരുന്ന് സ്തുതിച്ച് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവേ സ്തോത്രം, അങ്ങനൊരു ദൂത് കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം ഇടയാക്കിയല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി നമുക്ക് നിൽക്കണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കല്ലിൻ്റെ അവസ്ഥകളുണ്ടോ, നാറ്റം വെക്കുന്ന അവസ്ഥകളുണ്ടോ, ഇന്ന് പകൽക്കാലം നമുക്കത് ദൈവസ്വനിധിയിൽ എടുത്ത് മാറ്റണം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിന് മുമ്പാകെ അല്പസമയം ആയിരിക്കാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. വചനം അങ്ങയുടേതാണപ്പാ. ഓ സ്തോത്രം. വചനം അതിൻ്റെ ക്രിയ ചെയ്യണമേ ജീസസ്. സൗഖ്യം ആവശ്യമായിരിക്കുന്നവർക്ക് വേണ്ട സൗഖ്യം കൊടുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരേണ്ട മാറ്റങ്ങളെ ദൈവമേ ചെയ്യുവാൻ, മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങൾ അങ്ങയുടെ രാജ്യത്ത്, വിശുദ്ധിയുള്ള ആ രാജ്യത്ത് ചെന്ന് ചേരുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ അപ്പാ. അങ്ങയുടെ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കുന്നു. ഈ ചർച്ചിനെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ഫാദർ. ഞങ്ങൾ അല്പസമയം കൂടെ അങ്ങയുടെ പാദപീഠത്തിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലവേറിയ ദാസനെ ദൈവം കരങ്ങൾ ഉപയോഗിച്ചാട്ട്. താങ്ക് യു ലോർഡ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.